പുനലൂർ നഗരസഭയും കുടുംബശ്രീയും മർച്ചന്റ് ചേംബറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുനലൂർ ഓണം ഫെസ്റ്റ് 2012 തുടക്കമായി. ഇനിയുള്ള 10 നാളുകൾ പുനലൂർ ഉത്സവലഹരിയിൽ. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയ ഫെസ്റ്റിവൽ വേദിയിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിലവിളക്ക് കൊളുത്തി ഫെസ്റ്റും കുടുംബശ്രീ വാർഷികവും ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിനാവശ്യമായ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ പ്രവർത്തനം എത്തിക്കാൻ ശ്രമിക്കണമെന്നും കുടുംബശ്രീയുടെ പ്രവർത്തനം ക്രോഡീകരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ലെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തിന്റെ ആവശ്യമുള്ള മാനുഫാക്ചറിംഗ് മേഖലയിലടക്കം നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്കുള്ള പദ്ധതികൾ തുടർന്നുള്ള സമയങ്ങളിൽ ആവിഷ്കരിക്കാൻ സാധിച്ചാൽ ഇന്നുള്ളതിലേക്കും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ കാര്യങ്ങൾക്ക് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ കൂടെ പരിശോധിക്കണം ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം അജ്മൽ അമീർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ജയമോഹൻ, ഭാരതീപുരം ശശി, MA രാജഗോപാൽ, C. അജയപ്രസാദ്, B. രാധാമണി, D. സുരേഷ് കുമാർ, K. രാധാകൃഷ്ണൻ, SM ഷരീഫ്, MA വേണു, MM ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവത്തിന്റെ കേളികൾ തുടരുകയായി. മഹാബലിത്തമ്പുരാനെ വരവേൽക്കുവാൻ കാതോർത്ത് നിൽക്കുന്ന മലയാളികൾക്ക് ഈ പൊന്നോണം പുനലൂരിൽ തന്നെ. പുനലൂർ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള കുടുംബശ്രീ ഫെസ്റ്റിനെയും ഫെസ്റ്റിന്റെ ഭാഗമായുള്ള വ്യാപാരമേളയും വൈദ്യുത ദീപാലങ്കാരങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഭക്ഷ്യമേള, സാംസ്കാരിക സമ്മേളനം, പരിസ്ഥിതി സമ്മേളനം, വികസന സമ്മേളനം, ആദിവാസി വൈദ്യം, ആദിവാസി വിഭവങ്ങൾ, എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക്, അക്വാപെറ്റ് ഷോ, മെഗാ ഷോ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെസ്റ്റിന്റെ ഭാഗമായി പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുനലൂർ ഫെസ്റ്റിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 10 നാളുകൾ ആഘോഷത്തിൻ്റേത്. ക്യാമറാമാൻ മനു രമേശിനൊപ്പം RB ജിത്ത്.